ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇമോഷൻ മാത്രമല്ല. അത് നമ്മൾ നമ്മുടെ ശരീരത്തിനോട് നമ്മുടെ ജീവിതത്തിനോട് തന്നെയും കാണിക്കുന്ന ഒരു സ്നേഹം കൂടിയാണ്. നമ്മൾ മനസ്സിൽ നിരന്തരം നന്ദിയുടെ ഇമോഷൻ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതുവരെയുള്ള പല സ്ട്രെസ്സും ഇല്ലാതാകും. സ്ട്രെസ്സുള്ള മനസ്സും കൊണ്ട് കിടക്കുന്ന ഒരു ബോഡി എന്ന് പറഞ്ഞാൽ ഒരു അദൃശ്യമായ ഭാണ്ഡക്കെട്ടും ചുമന്ന് നടക്കുന്നത് പോലെയാണ്. അത്ര കഷ്ടപ്പാട് ശരീരം വഹിക്കുന്നുണ്ട്. അതാണ് നിരന്തരം സ്ട്രെസ് ഉള്ളവർക്ക് പലതരത്തിലുള്ള ശാരീരിക അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്ട്രെസ് നമ്മുടെ മനസ്സിൽ നിന്ന് കഴിവതും ഒഴിവാക്കാൻ പറ്റിയാൽ അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂടും എന്നുമാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രയോജനപ്പെടുന്നത്. ഗ്രാറ്റിറ്റ്യൂഡിനും സ്ട്രെസ്സിനും ഒരേ സമയം മനസ്സിൽ നിലനിൽക്കാൻ കഴിയില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടുമ്പോഴോ മാത്രം പ്രകടിപ്പിക്കേണ്ട ഒരു ഇമോഷൻ അല്ല, മറിച്ച് അത് നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് പോലെ ഉപയോഗപ്പെടുത്തണം. അതായത് നന്ദിയുടെ ഫീലിംഗ് നിരന്തരം മനസ്സിൽ നിന്നുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ജീവിത ശൈലി നമ്മൾ കൊണ്ടുവരണം. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ മാത്രം നന്ദി പറയുന്നതിന് പകരം ജീവിതത്തിലുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരണം. അതൊരു പ്രാക്ടീസ് പോലെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ വേഗം നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമുക്ക് നിലവിൽ ജീവിതത്തിലുള്ള ഒരു നന്മയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിന് എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് അതിന് നന്ദി പറയുക എന്നതാണ്. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമേറിയതാണ്, എത്രത്തോളം വിലയേറിയതാണെന്ന് ഓർത്തുകൊണ്ട് നന്ദി കൊണ്ട് നമ്മുടെ മനസ്സ് നിറയണം, നമ്മുടെ കണ്ണ് നിറയണം. അത്രത്തോളം നന്ദി നമ്മൾ ആ ഒരു കാര്യത്തോട് പ്രകടിപ്പിക്കണം. ഇത് ഓരോ ദിവസവും വ്യത്യസ്തമായ കാര്യങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ സമയം എടുത്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിൽ വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കും. ജീവിതത്തിലെ കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും നോക്കി അതിൻ്റെ സ്ട്രെസ് എടുത്തു വെച്ചുകൊണ്ടിരുന്ന മനസ്സ് മെല്ലെ മെല്ലെ ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതും അതിൻ്റെ സന്തോഷം കണ്ടെത്താൻ നോക്കുന്നതും നന്ദിയുടെ ഇമോഷൻ കൊണ്ടുവരാൻ നോക്കുന്നതും ഒക്കെ നമുക്ക് മെല്ലെ മെല്ലെ തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായും അത് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ തുടങ്ങുന്നതും നമുക്കറിയാൻ പറ്റും. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് സ്വാഭാവികമായും നമ്മുടെ വൈബ്രേഷണൽ ലെവൽ ഉയർത്തുകയും ഇതിൽ ആ വൈബ്രേഷൻ പ്രകാരം സമാന വൈബ്രേഷനുള്ള ഉയർന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനും തുടങ്ങും. അത് മാത്രമല്ല, എല്ലാവരും ഓർക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഉയർന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് അക്കാര്യത്തിൻ്റെ പോസിറ്റീവ് ഇമോഷൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയാൽ, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ അക്കാര്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്ത് കാര്യമാണ് നമ്മുടെ ലൈഫിലേക്ക് വേണ്ടത് എന്നുള്ള കാര്യത്തിനകത്ത് ക്ലാരിറ്റി ഉണ്ടാവുകയും അക്കാര്യം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മാനിഫെസ്റ്റ് ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണം കൂടി ഈ ഗ്രാറ്റിറ്റ്യൂഡിനുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.